all, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സ് ആണ്. നമുക്ക് റമദാൻ ആയാലും അല്ലാത്ത സമയത്തൊക്കെ ചെയ്യാവുന്ന കുറച്ച് യൂസ്ഫുൾ ആയ കിച്ചൺ ടിപ്സ് ആണ് കേട്ടോ. പലരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും, പക്ഷെ നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ആകാമെന്ന് കരുതി. അപ്പോൾ ആദ്യം കാണിക്കുന്നത് നമുക്ക് മിൻറ്റ് ലൈം സ്റ്റോർ ചെയ്യണതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഒന്ന് ഉരുട്ടി കഴിഞ്ഞാൽ ഇതിലെല്ലാ നീരും പെട്ടെന്ന് തന്നെ കിട്ടും. അതിൽ തന്നെ ഇരിക്കില്ല, മുഴുവനായിട്ട് നമുക്ക് ഇതിലത്തെ നീരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഉരുട്ടി കൊടുക്കണത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൽ നീരെല്ലാം അരിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിന ഒന്ന് അരച്ചെടുക്കണം. പുതിന ഒരു 1.5 കപ്പോളം പുതിന എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കണത്. അപ്പോൾ പുതിന അരച്ച ശേഷം അതിൻ്റെ ചാറൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ ലൈം ജ്യൂസിലേക്ക് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഐസ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഒരു പീസ് ഇഞ്ചിയും കൂടി അരക്കുന്നതിലൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സ്റ്റെപ്പായിട്ട് വീണ്ടും ട്രേയിലേക്ക് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഫ്രീസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഐസ് ക്യൂബുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് ചെയ്യണത് ചുവന്നുള്ളിയുടെ തൊലി കളഞ്ഞു വെക്കുകയാണ് ചെയ്യണത്. ഇത് നല്ല ഉപകാരമാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ എടുത്ത് ചെയ്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി ഭാരവും കുറയും, അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തികേടാവാതെ നോക്കാനും പറ്റും. ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു കുക്കറിൽ ചിക്കനിൽ ഉപ്പും കുരുമുളകും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വേറൊരു കുക്കറിൽ പൊട്ടാറ്റോയും വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ തൊലി കളയുന്നതിന് വേണ്ടി നിന്നത്. ഇനി ഇത് നമുക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ അടുത്തായിട്ട് ചെയ്യണത് വെളുത്തുള്ളി തൊലി കളയാണ്. നമ്മൾ എന്ത് റെസിപ്പീസ് ഏതാനും കൂടുതൽ റെസിപ്പീസ് നമ്മൾ ചെയ്യുമ്പോഴും വെളുത്തുള്ളി ഇഞ്ചി എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഉപകാരമായിരിക്കും. അപ്പോൾ ഞാനിത് ചെയ്യണത് വെളുത്തുള്ളി തൊലി കളഞ്ഞ ശേഷം ഇഞ്ചി ചേർത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വെളുത്തുള്ളിയും 1 കപ്പ് ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടി ഒരുമിച്ച് തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പെട്ടെന്ന് കേട് വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വളരെ ഉപകാരമാണ്. നമുക്ക് എപ്പോഴും തിരക്ക് പിടിച്ച വല്ല റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ്. ഇനി അടുത്തായിട്ട് ഉണ്ടാക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിട്ട് നാശമായി പോകുന്നൊരൈറ്റമാണ് കേട്ടോ ബ്രെഡ് ക്രംസ്. നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. നമ്മൾ പെട്ടെന്ന് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒപ്പം ഇതും കൂടി ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ അടുത്തായിട്ട് ഉണ്ടാക്കുന്നത് ഷുഗർ സിറപ്പാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാറുണ്ട് കേട്ടോ. ഓൾറെഡി എൻ്റെ കയ്യിൽ ഷുഗർ സിറപ്പ് സ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. 2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായി സർബത്ത് ഉണ്ടാക്കുമ്പോഴും മിൻറ്റ് ലൈം ഉണ്ടാക്കുകയാണെങ്കിലും അതുപോലെ സ്ക്വാഷ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ എടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വരും. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പൊട്ടാറ്റോയും ചിക്കനൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടെന്ന്. ഏകദേശം അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. പിന്നെ ചിക്കൻ ഞാൻ കൈവച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ചോപ്പർ PGയുടെ ചോപ്പറാണ്. നല്ല ചോപ്പറാണ്, കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പലരുടെയും ചോപ്പർ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചോപ്പർ PG എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്. ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു 4 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചോപ്പ് ചെയ്ത സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി. ഏകദേശം ഇത് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കുരുമുളക് പൊടി മാത്രം യൂസ് ചെയ്താലും മതി. പിന്നെ ഇതിലേക്ക് കറിവേപ്പില 2 തണ്ടൊന്ന് ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ക്യാമറ ഓഫായി പോയതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗം എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ആ പൊട്ടാറ്റോ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ആവുന്ന വരെ ഇളക്കി കൊടുക്കാം. പിന്നെ അതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടിയോ ഉപ്പ് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്ത ശേഷം മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് 1 കപ്പ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത ശേഷം ചൂടാറാനായിട്ട് വെക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് കൈ വെച്ച് പരത്തുക. അതല്ലെങ്കിൽ ഒരു മൂടിയിൽ വെച്ച് കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ട് നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്ത ശേഷം
ഇതുപോലെ ഒരു എയർ ടൈറ്റ് ഉള്ള ഒരു പാത്രത്തിലേക്ക് അടക്കടക്കായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ അടക്കായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഒരു ലെയർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെക്കുക, പിന്നെ അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെക്കുക, അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെക്കുക. അങ്ങനെ 3 ലെയറായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വെക്കാം. നമുക്ക് എപ്പോഴാണ് ആവശ്യം അതിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നേരത്തെ ഐസ് ട്രേയിൽ മിൻറ്റ് ലൈം ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശമൊക്കെ കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള സിബ്ലോ കവറിലാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസറിൽ നല്ല സ്പേസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സിബ്ലോ കവറിൽ വെക്കായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ഷുഗർ സിറപ്പിൻ്റെ ചൂടൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വെക്കാം. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് ഉന്നക്കായാണ്. ഉന്നക്കായ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് അധികം പാകമാവാത്ത പഴമാണ് വേണ്ടത്. നന്നായി പഴുക്കരുത് പഴം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് നന്നായി പഴുത്ത പഴം ഉണ്ടായിരുന്നു, അതുപോലെ ചെറിയൊരു മീഡിയം ലെവലിൽ പഴുത്ത പഴം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എനിക്ക് എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇതിൻ്റെ നടുക്കലുള്ള കറുത്ത നൂല് പോലുള്ള ആ ഭാഗം അതെടുത്ത് മാറ്റിയിട്ട് നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നന്നായി പഴുത്ത പഴം കൂടി മിക്സ് ആയതുകൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കയ്യിലൊക്കെ പെട്ടെന്ന് ഒട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി പഴുത്ത പഴമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വേവിക്കുന്നതിൽ വേവ് കൂടിപ്പോയാലോ വെള്ളം കൂടിപ്പോയാലോ ഒക്കെയാണ് ഇങ്ങനെ ചെയ്യേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂനട്ട്, ബദാം, അതുപോലെ നിലക്കടലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 കപ്പ് ഡേറ്റ്സ് ആണ്. ഇത് കുരു കളഞ്ഞ ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈത്തപ്പഴം ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അധികം മധുരമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ പുഴുങ്ങി വെച്ച പഴത്തിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. നടുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ 2 ഭാഗവും അതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഓരോ ഉരുളകളാക്കി എടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയർ വെക്കുക, പിന്നെ അതിൻ്റെ മുകളിൽ വേറൊരു ബട്ടർ പേപ്പർ വെക്കുക. അങ്ങനെ 2-3 ലെയറായിട്ട് നമുക്ക് വെച്ചിട്ട് എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിലാക്കി വെച്ച് നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഷാലോ ഫ്രൈ ചെയ്തു. ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ചെയ്യുന്നത് തേങ്ങ ചിരവിയത് സ്റ്റോർ ചെയ്യുന്നതാണ്. തേങ്ങ ചിരവിയത് നമുക്കിതുപോലെ സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ നമുക്ക് തേങ്ങ ചിരവിയിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് നമുക്ക് ട്രേയിൽ ഒഴിച്ചിട്ട് ഐസ് ക്യൂബുകളാക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. തേങ്ങാപ്പാൽ നമ്മൾ ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കുന്നതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചെറിയ വല്ല കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ട്രേയിൽ ഒഴിച്ചിട്ട് ഒപ്പം തന്നെ ഫ്രീസ് ചെയ്യാൻ വെക്കണം. അല്ലെങ്കിൽ ഐസ് ട്രേയിലുള്ളത് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ പെട്ടെന്ന് തന്നെ നാശമായി പോകും. അപ്പോൾ ഐസ് ട്രേയിൽ ഒഴിച്ചിട്ടുള്ളതൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതുപോലെ ചെറിയൊരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്ക്വയർ ബോട്ടിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇനി അടുത്തായിട്ട് ചെയ്യുന്നത് ഗരം മസാല പൗഡർ ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏലക്കായും, പട്ട, തക്കോലം, ജാതിപത്രി അങ്ങനെ എല്ലാ സ്പൈസസും എടുത്തിട്ടുണ്ട് കേട്ടോ. സാജീരകം, നല്ല ജീരകം അങ്ങനെ എല്ലാ സ്പൈസസും എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇത് ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ സ്മെല്ലൊക്കെ പോകുന്നതിന് മുന്നേ വേഗം തന്നെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ കുരുമുളക് പൊടിച്ചിട്ട് അതും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ തന്നെ നമ്മുടെ പകുതി ജോലിഭാരം കുറഞ്ഞെന്ന് പറയാം. പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും അതുപോലെ കുട്ടികളെ സ്കൂളിൽ വിടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ. നമുക്ക് റംദാനാണെങ്കിലും അല്ലാത്ത സമയത്തൊക്കെ ചെയ്യാവുന്നൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സാണ്. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.